He has sold India because they are choking him. They've got a grip on his neck. പ്രധാനമന്ത്രിയുടെ കഴുത്തിൽ ട്രംപിന്റെ പിടിയുണ്ട്. മോദിയുടെ കണ്ണുകളിൽ ഞാൻ പേടി കാണുന്നു. Now the United States will decide who we buy oil from. നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ട്രംപ് തീരുമാനിക്കുന്നു. And talk this type of nonsense. Yes, sir. Are you not ashamed of yourselves? രാജ്യത്തെ ഡേറ്റ മുഴുവൻ വിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? അനിൽ അംബാനി ജയിലിൽ പോകാത്തത് എപ്സ്റ്റീൻ ഫയലിൽ പേരുള്ളത് കൊണ്ടാണ്. Not say the name Epstein, and I will not say the name Anil Ambani, and I will not say the name. No, I will not say so. ബിജെപി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബജറ്റ് ചർച്ചയിലെ പ്രസംഗത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി രാഹുൽ ഗാന്ധി. മോദിക്കെതിരെ രാഹുൽ ഉയർത്തിയത് രൂക്ഷ വിമർശനമാണ്. പ്രധാനമായും 3 കൃത്യമായ പോയിന്റുകളാണ് രാഹുൽ സഭയിൽ ഉയർത്തിയത്. 1, മോദി ഇന്ത്യൻ ഡേറ്റയെ, അതിലൂടെ ഇന്ത്യയെ തന്നെ ട്രംപിന് വിറ്റു. 2, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ട്രംപ് തീരുമാനിക്കുന്നു. ഇത് നാണക്കേടാണ്. 3, മോദിയെ ട്രംപ് കുരുക്കിയത് അദാനിയെ വെച്ചും അനിൽ അംബാനിയെ വെച്ചുമാണ്.